ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ്. അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പേപ്പറിൻ്റെ KTU പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിൻ്റെ പേപ്പറാണ്. ഇലക്ട്രിക്കലിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി 3 മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 4th മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, 2019 സ്കീമിൻ്റെ എക്സാം ആണ് ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് 4th മൊഡ്യൂളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് 4th മൊഡ്യൂളിൽ ഉള്ള സിലബസിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. 4th മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ്. സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് SR, JK, DNT ഫ്ലിപ്പ് ഫ്ലോപ്സ് വരുന്നുണ്ട്. മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുന്നുണ്ട്. പ്രീസെറ്റ് ക്ലിയർ ഇൻപുട്ട് എന്താണ് എന്നുള്ളത് വരുന്നുണ്ട്. കൺവേർഷൻ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് മറ്റൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് വരുന്നുണ്ട്. പിന്നെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള കൗണ്ടേഴ്സ്, അപ്പ് കൗണ്ടേഴ്സ്, ഡൗൺ കൗണ്ടേഴ്സ്, അസിങ്ക്രണസ് കൗണ്ടർ, പിന്നെ സിങ്ക്രണസ് കൗണ്ടേഴ്സ്, റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ വളരെ എന്താ പറയുക ഡീപ്പായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ 4 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാം പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞാണ്. പാർട്ട് എ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പാണ്. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഒരു മൊഡ്യൂളിൽ നിന്ന് ഉണ്ടാവുക. 3 മാർക്കിനാണ് ചോദിക്കുക. ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്കാണ് ഉണ്ടാവുക. ഇത് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം, കാരണം ഇതിന് ചോയ്സ് ഇല്ല. അപ്പോൾ പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ട്രൂത്ത് ടേബിൾ ആൻഡ് എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. പിന്നെ വാട്ട് ആർ ദ അസിൻക്രണസ് ഇൻപുട്ട് ഓഫ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്, വൈ ആർ ദേ കോൾഡ് സോ. ഈ 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ്, എക്സ്പ്ലെയിൻ ദ ട്രൂത്ത് ടേബിൾ ആൻഡ് എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രവും കാര്യങ്ങളൊന്നും വരയ്ക്കാൻ പോകണ്ട. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. അതിൻ്റെ അകത്ത് എക്സൈറ്റേഷൻ ടേബിൾ കണ്ടുപിടിക്കാം. ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് 2 ഇൻപുട്സ് ആണ് ഉണ്ടാവുക, ജെയും കെയും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യുക QN+1 എന്നും പറഞ്ഞിട്ടാണ്. അതായത് നെക്സ്റ്റ് സ്റ്റേറ്റ് ഔട്ട്പുട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ജെയും കെയും ഇൻപുട്ട് കൊടുത്തതിന് ശേഷം ക്ലോക്ക് പൾസും കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അതാണ് QN+1. ഓക്കെ, നിങ്ങൾക്ക് അറിയാം JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും അതിന് 2 ഇൻപുട്സ് ഉണ്ടാവും, 2 ഔട്ട്പുട്ട്സ് ഉണ്ടാവും. ആ 2 ഔട്ട്പുട്ട്സ് എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടായിരിക്കും രണ്ടാമത്തെ ഔട്ട്പുട്ട് ഉണ്ടാവും. ഒരു ഔട്ട്പുട്ട് Q ആണെങ്കിൽ രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q ആയിരിക്കും. J എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ടാവും, K എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ടാവും. ഇതിനിടയിൽ ആരുണ്ടാവും? ക്ലോക്ക് ഉണ്ടാവും. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ വരച്ച് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമുക്കറിയാം ഇൻപുട്ടായിട്ട് ക്ലോക്ക് 0 ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇൻപുട്ടായിട്ട് ജെയിലും കെയിലും നിങ്ങൾ എന്ത് വാല്യൂ കൊടുത്തിട്ടും കാര്യമില്ല. സർക്യൂട്ട് മുമ്പുണ്ടായിരുന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കും തരിക. അതായത് ഇപ്പം നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസിഡർ ചെയ്തു. ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് കൊടുത്തിട്ടില്ല. അതാണ് ക്ലോക്ക് =0 എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ ഓൾറെഡി ഇതിൽ മുൻപേ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ചിലപ്പോൾ Q =0യും Q⁻1 എന്നും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മുമ്പുണ്ടായിരുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ക്ലോക്ക് 0 ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും ഇന്ന് നോക്കിയാലും നാളെ നോക്കിക്കഴിഞ്ഞാലും എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഔട്ട്പുട്ട്സ് അത് തന്നെയായിരിക്കും. ആ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീവിയസ് ഔട്ട്പുട്ട്, QN എന്ന് പറയുന്നത്. നമുക്ക് ആക്ച്വലി കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താ? QN+1 ആണ്. നെക്സ്റ്റ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് എന്ത്? QN+1. മുമ്പുണ്ടായിരുന്ന ഔട്ട്പുട്ടാണ് എന്ത്? QN. ഓക്കെ, അതുകൊണ്ടാണ് ക്ലോക്ക് 0 ആവുന്ന സമയത്ത് ജെയിൻ്റെയും കെയിൻ്റെയും വാല്യൂ നിങ്ങൾ എങ്ങനെ മാറ്റിയാലും ഔട്ട്പുട്ടിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. മുമ്പ് എന്ത് ഔട്ട്പുട്ടാണോ ഉണ്ടായിരുന്നത് അത് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലോക്ക് ഇല്ല എന്നിട്ടാണ് നമ്മൾ വിചാരിക്കും. ഇനി നമ്മൾ മാറ്റി ക്ലോക്ക് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ക്ലോക്ക് 1 കൊടുത്തു. ക്ലോക്ക് 1 കൊടുത്തിട്ട് ജെയ്ക്കും കെയ്ക്കും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. J0 K0, J0 K1, J1 K0, J1 K1. ഈ കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് 4 സെറ്റ് ഓഫ് ഇൻപുട്സ് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഔട്ട്പുട്ട് വരുന്നത്? അതാണ് ട്രൂത്ത് ടേബിളിൽ തരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് 1 കൊടുത്തിട്ട് J0 K0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? മുമ്പത്തെ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും, മാറ്റം ഉണ്ടാവില്ല. അത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഓപ്പറേഷൻ അങ്ങനെയാണ്. ഇനി J എന്ന് പറയുന്നത് 0ലും K എന്ന് പറയുന്നത് 1ലും ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇപ്പം ഇനീഷ്യലി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ,
ആ സമയത്ത് നമ്മൾ ജെ ഈക്വൽ ടു 0 കെ ഈക്വൽ ടു 0 അപ്ലൈ ചെയ്തു. ട്രൂത്ത് ടേബിളിൻ്റെ അകത്ത് ക്ലിയർ ആണ്, ജെ ഈക്വൽ ടു 0 കെ ഈക്വൽ ടു 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓൾറെഡി ഉള്ള ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ജെ ഈക്വൽ ടു 0 കെ ഈക്വൽ ടു 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഇനി ഓൾറെഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് കിടക്കുന്നത് 1-ലാണ് എന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ ജെ ഈക്വൽ ടു 0 കെ ഈക്വൽ ടു 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോക്ക് ഉണ്ടാവണം കേട്ടോ, ക്ലോക്ക് സിഗ്നലും ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് പോകും? 0-ലേക്ക് പോകും. 0-ലേക്ക് പോകുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? റീസെറ്റ് എന്ന് പറയാം. സിമിലർലി 0 ആണ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ക്ലോക്ക് 1 അപ്ലൈ ചെയ്തിട്ട് J1-ഉം K0-യും ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നാലും എങ്ങോട്ടേക്ക് പോകും? 1-ലേക്ക് പോകും. ഇതിനെയാണ് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0-ൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ J ഈക്വൽ ടു 1 K ഈക്വൽ ടു 0 അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് 1-ലേക്ക് പോകും. ഓൾറെഡി 1-ലാണ് ഇരിക്കുന്നതെങ്കിൽ 1-ൽ തന്നെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. 0-ലാണെങ്കിൽ 1-ലേക്ക് പോകും. ഇനി 1-ഉം 1-ഉം Jയിലും Kയിലും 1-ഉം 1-ഉം കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ കാണിക്കുന്നത്? Qn കോംപ്ലിമെന്റ് ആണ്. അതായത് ഓൾറെഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആണെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ J ഈക്വൽ ടു 1 K ഈക്വൽ ടു 1 ക്ലോക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഔട്ട്പുട്ട് എന്താവും? 0-ന്ന് 1-ലേക്ക് പോകും. ഇപ്പോഴത്തെ ഔട്ട്പുട്ട് 1 ആണല്ലോ. ഇനി നമ്മൾ വീണ്ടും J ഈക്വൽ ടു 1 K ഈക്വൽ ടു 1 ക്ലോക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് 1 ആയിരുന്നില്ലേ, അത് നേരെ 0-ലേക്ക് പോകും. അതായത് ടോഗിൾഡ് ഔട്ട്പുട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് Qn കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ 4 കേസസ് ആണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? ട്രൂത്ത് ടേബിളിന്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് അതിനുശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു ടേബിൾ കൺസിഡർ ചെയ്യും. ആ ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ട്രൂത്ത് ടേബിളിൻ്റെ അകത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്ന ഒരു ടേബിളാണ്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞു പ്രീവിയസ് സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. പ്രീവിയസ് സ്റ്റേറ്റ് 0 ആയിരിക്കും, ചിലപ്പോൾ പ്രീവിയസ് സ്റ്റേറ്റ് 1 ആയിരിക്കും. അതായത് നമ്മൾ 3 സ്റ്റേജസ് കൺസിഡർ ചെയ്യുന്നു: Qn, J, K. അതിൻ്റെ എല്ലാ കോമ്പിനേഷൻസും നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഓരോ കോമ്പിനേഷൻ നോക്കാം. അതായത് പ്രീവിയസ് സ്റ്റേറ്റ് ഓൾറെഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇരിക്കുന്ന 0 എന്ന് പറയുന്ന ഔട്ട്പുട്ടിലാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ Jക്ക് 0-യും Kക്ക് 0-യും കൊടുത്താൽ, കൂടെ ക്ലോക്കും കൊടുത്താൽ എന്ത് സംഭവിക്കും? J0 K0 ക്ലോക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക? Qn എന്ന് പറഞ്ഞാൽ നേരത്തെ എന്താണോ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത് അത് തന്നെ ഔട്ട്പുട്ട് കിട്ടും. ഇപ്പം എന്താ ഔട്ട്പുട്ട്? നേരത്തെ എന്താ ഔട്ട്പുട്ട്? 0. അത് തന്നെ ഔട്ട്പുട്ടിൽ വരും. നെക്സ്റ്റ്, ഓൾറെഡി ഔട്ട്പുട്ട് ഇരിക്കുന്നത് 0-ലാണ്. ആ സമയത്ത് J ഈക്വൽ ടു 0 K ഈക്വൽ ടു 1 കൊടുത്താൽ എന്ത് സംഭവിക്കും? നോക്കിയേ, J ഈക്വൽ ടു 0 K ഈക്വൽ ടു 1 കൊടുത്താൽ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? റീസെറ്റിലേക്ക് പോരും. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് പോകും? 0. ഓൾറെഡി 0-ലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഔട്ട്പുട്ട് 0 ആയിട്ട് തന്നെ കാണുന്നത്. ഓക്കെ, ഇനി Qn എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഔട്ട്പുട്ട് 0 ആണെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ J1-ഉം K0-യും കൊടുത്തു. ഓക്കെ, ഓൾറെഡി ഉള്ള സ്റ്റേറ്റ് എന്താണ്? 0-ലാണ് ഔട്ട്പുട്ട് ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ J1-ഉം K0-യും കൊടുത്തു, ക്ലോക്കും അപ്ലൈ ചെയ്തു. ഔട്ട്പുട്ട് നേരെ എങ്ങോട്ടേക്ക് പോകും? നോക്കിയേ, 1-0-ൽ ഔട്ട്പുട്ട് എന്താ? 1. നേരെ ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് പോകും? 1-ലേക്ക് പോകും. കണ്ടോ, ഔട്ട്പുട്ട് 1 ആയില്ലേ? ഓക്കെ, വീണ്ടും ഇപ്പോഴത്തെ ഔട്ട്പുട്ട് 0 ആണെന്ന് വിചാരിക്കാം. ഈ സമയത്ത് J ഈക്വൽ ടു 1 K ഈക്വൽ ടു 1 കൊടുത്തു. Jക്കും 1 കൊടുത്തു, Kക്കും 1 കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? Qn കോംപ്ലിമെന്റ് ഓൾറെഡി ഉണ്ടായിരുന്ന ഔട്ട്പുട്ടിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് മാറും ഇപ്പോഴത്തെ ഔട്ട്പുട്ട്. ഓൾറെഡി ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് 0, 1 കൊടുത്തപ്പോൾ എന്തായി മാറി? കണ്ടോ, 1 ആയിട്ട് മാറി. 0 നേരെ എങ്ങോട്ടേക്ക് പോയി? ടോഗിൾ ചെയ്ത് 1 ആയിട്ട് മാറി. ഓക്കെ, ഇനി ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻപുട്ട് 1 ആണെന്ന്, ഔട്ട്പുട്ട് 1 ആണെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ 0 അപ്ലൈ ചെയ്തു. 0-0ന്റെ ഓപ്പറേഷൻ എന്താ? നോ ചേഞ്ച്. മുമ്പത്തെ അതേ സ്റ്റേറ്റ്, മുമ്പത്തെ സ്റ്റേറ്റ് 1, അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഓൾറെഡി 1-ലാണ് ഇരിക്കുന്നത്. J0 K1. J0 ആണെങ്കിൽ ഉടനെ റീസെറ്റ് ചെയ്യും, ഫ്ലിപ്പ് ഫ്ലോപ്പ് 0-ലേക്ക് പോകും. അപ്പോൾ 1 അങ്ങോട്ടേക്ക് പോയി, 0-ലേക്ക് പോയി. ഓൾറെഡി 1-ലാണ് ഇരിക്കുന്നത്. J1 K0. J1 K0 എന്ന് പറഞ്ഞാൽ സെറ്റ്, ഔട്ട്പുട്ട് സെറ്റിലേക്ക് പോകും. ഓൾറെഡി 1-ലായതുകൊണ്ട് ഔട്ട്പുട്ട് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, 1 തന്നെ കിട്ടും. ഓൾറെഡി 1-ലാണ് ഇരിക്കുന്നത്. J1 K1. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് സംഭവിക്കും? ടോഗിൾ ചെയ്യും. ഓൾറെഡി ഉള്ള 1 അങ്ങോട്ടേക്ക് പോകും? 0-ലേക്ക് പോകും. ഓക്കെ, ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ. സിമ്പിൾ ആണ്. ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതുക? എക്സൈറ്റേഷൻ ടേബിൾ. നമുക്ക് ആക്ച്വലി ക്യാരക്ടറിസ്റ്റിക് ടേബിൾ അല്ല വേണ്ടത്, നമുക്ക് ട്രൂത്ത് ടേബിളും എക്സൈറ്റേഷൻ ടേബിളും ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രൂത്ത് ടേബിൾ ഓൾറെഡി നമ്മൾ വരച്ചു, അതിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ വരച്ചു, ഇനി എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കണം.
എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ജെയ്ക്കും കെയ്ക്കും ഉണ്ടാവുന്ന ചേഞ്ച് എന്താണ് എന്ന് കാണിക്കുന്നതാണ് എക്സൈറ്റേഷൻ ടേബിൾ. എക്സൈറ്റേഷൻ ടേബിൾ വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൗണ്ടേഴ്സിന് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സൈറ്റേഷൻ ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് പറഞ്ഞേ. നോക്ക്, Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് 0 നിന്ന് 0ലേക്ക് പോകുന്നു. അതായത് ഓൾറെഡി 0 ഔട്ട്പുട്ടിലിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തോ ഇൻപുട്ട് സപ്ലൈ ചെയ്ത സമയത്ത് വീണ്ടും 0ലേക്ക് തന്നെ പോകുന്നു. ആ കണ്ടീഷൻസ് മാത്രം ഈ ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ ഒന്ന് നോക്കിയേ. എന്തൊക്കെയാ? Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് 0, അത് വീണ്ടും 0ലേക്ക് തന്നെ പോകുന്നു. നോക്കിയേ, ഇവിടെ അല്ലേ അത് സംഭവിക്കുന്നത്? 0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് 0 തന്നെയായി. അവിടെയും സംഭവിക്കുന്നുണ്ട്, ഇവിടെയും സംഭവിക്കുന്നുണ്ട് അല്ലേ? ഓൾറെഡി 0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് അത് പിന്നെയും 0 തന്നെയായി. ഓൾറെഡി 0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പിന്നെയും 0 തന്നെയായി. വേറൊരു കേസിലും അങ്ങനെയല്ലല്ലോ. ഇവിടെ 0 1 ആവുന്നു, ഇവിടെ 0 1 ആവുന്നു, ഇവിടെ 1 1 ആവുന്നു, 1 0 ആവുന്നു, 1 1 ആവുന്നു, 1 0 ആവുന്നു. അപ്പോൾ ഓൾറെഡി 0യിലുള്ളത് 0ലേക്ക് തന്നെ പോവാം. അതാണ് 0 to 0 ട്രാൻസിഷൻ. പ്രീവിയസ് ഔട്ട്പുട്ട് തന്നെ പ്രീവിയസ് ഔട്ട്പുട്ട് 0, ഇപ്പോഴത്തെ ഔട്ട്പുട്ടും 0. അപ്പോൾ 0 എന്ന് 0ലേക്കുള്ള ട്രാൻസിഷൻ സംഭവിക്കുന്ന സമയത്ത് ജെയിൻ്റെയും കെയിൻ്റെയും ബിഹേവിയർ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് കേസിൽ 0 നിന്ന് 0ലേക്ക് മാറുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ജെയിൻ്റെ വാല്യൂ ഈ രണ്ട് കേസിലും ജെയിൻ്റെ വാല്യൂവിൽ എന്താ ചേഞ്ച് ഉണ്ടാവുന്നത്? ജെ അപ്പോഴും ആദ്യം 0 പിന്നെയും 0. പക്ഷെ കെയിൻ്റെ വാല്യൂ അങ്ങനെയല്ല. ആദ്യത്തെ കേസിൽ 0 ആണ്, രണ്ടാമത്തെ കേസിൽ 1 ആണ്. പക്ഷേ കെയിൽ എന്ത് ചേഞ്ച് ഉണ്ടായിട്ടും കാര്യമില്ല, ഔട്ട്പുട്ട് 0 നിന്ന് 0ലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കെയിലുള്ള ചേഞ്ചിനെ നമ്മൾ ഡോൺ കെയർ ആയിട്ട് കൺസിഡർ ചെയ്യും. കെയിലുള്ള ചേഞ്ചിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. പക്ഷെ ജെ എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? 0 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സൈറ്റേഷൻ ആയിട്ട് ജെക്ക് 0 കൊടുക്കും, കെയ്ക്ക് എക്സ് കൊടുക്കും. ഒന്നും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ട്രാൻസിഷൻ 1 നിന്ന് 0 ആവുന്ന ട്രാൻസിഷൻസ് ഒന്ന് നോക്കിയേ. 1 നിന്ന് 0 ആവുന്നത് ഇപ്പോഴത്തെ ഇൻപുട്ട് 1 ആണ്, അത് 0ലേക്ക് ആവുന്നു. ഒന്ന് നോക്കിയേ, ഇപ്പോഴത്തത് 1 ആണ്, അത് 0 ആവണം. ഇതാ ഈ ഒരു കേസ് 1 നിന്ന് 0 ആവുന്നു. പിന്നെ 1 0 ആവുന്ന കേസ് 1 0 ആവുന്നു. ഇത് രണ്ടും അല്ലേ? 1 0 ആവുന്നു, 1 0 ആവുന്നു. 1 0 ആവുന്ന സമയത്ത് ജെയിൻ്റെ ട്രാൻസിഷൻ എങ്ങനെയാണ് വരുന്നത്? നോക്കിയേ, 1 0 ആവുന്നു, ജെയിൻ്റെ ട്രാൻസിഷൻ 0 1. ഈ രണ്ട് കേസിലാണല്ലോ ഇത് നടക്കുന്നത്. ഈ രണ്ട് കേസിലും ജെയ്ക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എന്താ? ജെ 0 നിന്ന് 1 ആയിട്ടുണ്ട്. അപ്പൊ ജെ എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല, 1 0ലേക്ക് മാറും. കെയിൻ്റെ വാല്യൂ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, കെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അപ്പൊ ജെയിൻ്റെ വാല്യൂ എക്സ്, കെയിൻ്റെ വാല്യൂ 1. ജെയിൻ്റെ വാല്യൂ എക്സ്, കെയിൻ്റെ വാല്യൂ 1. സിമിലർലി 0 to 1 ട്രാൻസിഷൻ. 0 to 1 ട്രാൻസിഷൻ എവിടേക്കാണ് സംഭവിക്കുന്നതാ? ഇവിടെ 0 to 1 ട്രാൻസിഷൻ നടക്കുന്നുണ്ട്, ഇവിടെയും 0 to 1 ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ഇവിടെ രണ്ട് കേസിലും ജെക്ക് വ്യത്യാസമൊന്നുമില്ല. ജെ 1 1 തന്നെയായിട്ട് നിൽക്കുന്നു. അപ്പൊ ജെയിൻ്റെ വാല്യൂ എന്ത് കൊടുക്കണം? 1. പക്ഷെ കെയിൻ്റെ വാല്യൂ എന്ത് സംഭവിക്കുന്നുണ്ട്? ഏതൊക്കെ കേസാ? ഇത് രണ്ടും അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ട് കേസിൽ ജെയിൻ്റെ വാല്യൂ അതായിട്ട് തന്നെ നിൽക്കുന്നു, കെയിൻ്റെ വാല്യൂ ചാടുന്നുണ്ട്. അപ്പോൾ കെയിൻ്റെ വാല്യൂനെ ഡോൺ കെയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. സിമിലർലി 1 to 1 ട്രാൻസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുക? എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി മേക്സ് ട്രൂത്ത് ടേബിൾ ആൻഡ് എക്സൈറ്റേഷൻ ടേബിൾ. ട്രൂത്ത് ടേബിൾ ഓൾറെഡി നമുക്കുണ്ട്. ഓക്കെ, ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും സെറ്റ് ഓഫ് ട്രൂത്ത് ടേബിൾ ഉണ്ട്. ആ ട്രൂത്ത് ടേബിളിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റേഷൻ ടേബിൾ കിട്ടും. പക്ഷേ ഞാൻ എന്തിനാ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓൾറെഡി ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുന്ന സമയത്തും അതിൻ്റെ ട്രൂത്ത് ടേബിളും എക്സൈറ്റേഷൻ ടേബിളും റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ അഥവാ എവിടെയെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡിറൈവ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ അസിൻക്രണസ് ഇൻപുട്സ് ഓഫ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്? വൈ ആർ ദേ കോൾഡ് സോ? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലിപ്പ് ഫ്ലോപ്പിന് 2 ടൈപ്പ് ഇൻപുട്സ് ആണ് ഉള്ളത്. സിൻക്രണസ് ഇൻപുട്ടും അസിൻക്രണസ് ഇൻപുട്ടും. അപ്പോൾ അസിൻക്രണസ് ഇൻപുട്ട്, അതായത് നമ്മൾ സിൻക്രണസ് ഇൻപുട്ട് പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് 2 ക്രോസ് കപ്പിൾഡ് ഗേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിസൈൻ ചെയ്യുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ തൽക്കാലം നമുക്ക് ഒരു കാര്യം ചെയ്യും. ഇപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്ട്രക്ചർ അല്ല, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്ട്രക്ചർ കൺസിഡർ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഡയഗ്രാം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. SR ക്ലോക്ക് ഇതൊക്കെ ഇതിൻ്റെ സിൻക്രണസ് ഇൻപുട്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻക്രണസ്ഡ് ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഇതിനെ ഒന്നും
മൈൻഡ് ചെയ്യാണ്ട് പെട്ടെന്ന് ഇയാളുടെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യിക്കണം എന്ന് വിചാരിക്കുക. അതായത് ഇവരൊന്നും മാറ്റാതെ, ഇവരിൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ചില ഇൻപുട്സ് കൊടുക്കാൻ പറ്റും. ആ ഇൻപുട്സിനെയാണ് അസിൻക്രണസ് ഇൻപുട്സ് എന്ന് പറയുന്നത്. 2 അസിൻക്രണസ് ഇൻപുട്സ് ആണുള്ളത്, പ്രീസെറ്റും ക്ലിയറും. സോ ദ അസിൻക്രണസ് ഇൻപുട്സ് ആർ പ്രീസെറ്റ് ആൻഡ് ക്ലിയർ. ഓക്കെ, അത് മൊത്തം ക്വസ്റ്റ്യൻ 3 മാർക്കാണ്. അപ്പോൾ അസിൻക്രണസ് ഇൻപുട്ട് ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിൻക്രണസ് ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അസിൻക്രണസ് ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പോയിന്റ്സിലാണ്, ഈ ഉള്ളിലുള്ള നാൻഡ് ഗേറ്റിലാണ് അസിൻക്രണസ് ഇൻപുട്സ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രീസെറ്റ്, ഇവിടെ നമ്മൾ ക്ലിയർ എന്ന് പറഞ്ഞിട്ട് 2 ടെർമിനൽസ് എടുക്കും. ഇതിൽ നമ്മൾ എപ്പോഴെങ്കിലും പ്രീസെറ്റ് എന്ന് പറയുന്നത് നമ്മൾ 0 ആക്കി എന്ന് വിചാരിച്ചു. ഓക്കെ, പ്രീസെറ്റ് 0 ആക്കി. നിങ്ങൾ നോക്ക്, പ്രീസെറ്റ് 0 എന്ന് പറയുന്ന ഇൻപുട്ട് നാൻഡ് ഗേറ്റിന് കിട്ടുകയാണ്. എപ്പോഴെങ്കിലും നാൻഡ് ഗേറ്റിന് 0 ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആയിട്ട് മാറും. ഉറപ്പല്ലേ? കാരണം നാൻഡ് ഗേറ്റിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, ആൻഡ് ഗേറ്റും അങ്ങനെ തന്നെയാണ്. ഒരു ആൻഡ് ഗേറ്റിന് എപ്പോഴെങ്കിലും 0 ഇൻപുട്ട് കിട്ടിയാൽ ഉടനെ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിട്ട് മാറും. നാൻഡ് ഗേറ്റിന് എപ്പോഴെങ്കിലും 0 ഇൻപുട്ട് കിട്ടിയാൽ ഉടനെ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിട്ട് മാറും. അപ്പോൾ പ്രീസെറ്റ് 0 ആക്കിയ ഉടനെ എസ് എന്താ, ആർ എന്താ, ക്ലോക്ക് എന്താ ഒന്നും മൈൻഡ് ചെയ്യല്ല. ക്യൂ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് പോകും? 1ലേക്ക് പോകും. ക്യൂ 1ലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യൂ എൻ കോംപ്ലിമെൻ്റ് എങ്ങനെയൊക്കെ പോകും? 0ലേക്ക് പോകും. അപ്പോൾ പ്രീസെറ്റ് എന്ന് പറയുന്ന പിന്നിൻ്റെ അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ അപ്ലിക്കേഷൻ അതാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ പ്രീസെറ്റിനെ അവിടെ വെച്ചു. നമ്മൾ പെട്ടെന്ന് സർക്യൂട്ട് വർക്ക് ചെയ്യുന്ന പെട്ടെന്ന് നമ്മൾ ക്ലിയർ ഈക്വൽ ടു 0 കൊടുക്കും. ക്ലിയർ കണക്ട് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് നാൻഡ് ഗേറ്റ് അല്ലേ? സെക്കൻഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ക്യൂ എൻ കോംപ്ലിമെൻ്റ് അല്ലേ? ക്ലിയർ 0 ആക്കിയ ഉടനെ ക്യൂ എൻ കോംപ്ലിമെൻ്റ് എങ്ങോട്ടേക്ക് പോകും? 1ലേക്ക് പോകും. ക്യൂ എൻ കോംപ്ലിമെൻ്റ് 1 ആണെങ്കിൽ ക്യൂ എൻ എങ്ങോട്ടേക്ക് പോകും? 0ലേക്ക് പോകും. Irrespective of the synchronous inputs, if we are making preset and clear, accordingly we will get output changed. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിനെ ഇവർ കാരണമല്ലാതെ നമ്മൾ ഔട്ട്പുട്ടിനെ പെട്ടെന്ന് ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ നടത്തിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് ആണ് എന്ത്? പ്രീസെറ്റും ക്ലിയറും. അതുകൊണ്ടാണ് പ്രീസെറ്റിനെയും ക്ലിയറിനെയും നമ്മൾ എന്ത് പറയുന്നത്? ദേ ആർ കോൾഡ് ആസ് അസിൻക്രണസ് ഇൻപുട്ട്. സോ അസിൻക്രണസ് ഇൻപുട്സ് ആർ പ്രീസെറ്റ് ആൻഡ് ക്ലിയർ. ഇപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ പ്രീസെറ്റും ക്ലിയറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക മുകളിൽ പ്രീസെറ്റ് ആയിട്ടും താഴെ ക്ലിയർ ആയിട്ടും. കാരണം ഇത് ആക്റ്റീവ് ലോ ഇൻപുട്ടാണ് അല്ലേ? അതായത് പ്രീസെറ്റ് 0 ആവുന്ന സമയത്താണ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് 1ലേക്ക് പോവുക. ക്ലിയർ 0 ആവുന്ന സമയത്താണ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് 0ലേക്ക് പോവുക. അപ്പോൾ 0 കൊടുക്കുന്ന സമയത്താണ് ഇത് ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ടാണ് അതിനെ ആക്റ്റീവ് ലോ ലോജിക് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിയാൽ പ്രീസെറ്റും 0 ക്ലിയറും 0. അപ്പോൾ എന്താ സംഭവിക്കുക? 2 ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1ലേക്ക് പോവില്ലേ? അപ്പോൾ ക്യൂവും 1, ക്യൂ കോംപ്ലിമെൻറ്റും 1. അപ്പോൾ ആ കണ്ടീഷൻസ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രീസെറ്റും ക്ലിയറും 0-0 കോമ്പിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യില്ല. പ്രീസെറ്റ് 1 ക്ലിയർ ഈക്വൽ ടു 1, രണ്ടും 1 ആണെങ്കിലോ? രണ്ടും 1 ആണെങ്കിൽ നോർമൽ ഓപ്പറേഷൻ. കാരണം നാൻഡ് ഗേറ്റിന് ഒരു 1 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അയാൾക്ക് അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ഇൻപുട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഔട്ട്പുട്ട്. അപ്പോൾ 1-1 എന്ന് പറയുന്നത് നോർമൽ ഓപ്പറേഷൻ. നമുക്ക് പെട്ടെന്ന് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 0ലേക്ക് ജമ്പ് ചെയ്യിക്കണമെങ്കിൽ ഉടനെ എന്ത് ചെയ്താൽ മതി? ക്ലിയർ 0 കൊടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 1ലേക്ക് ജമ്പ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രീസെറ്റ് ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് പ്രീസെറ്റും ക്ലിയറും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രീസെറ്റിനെയും ക്ലിയറിനെയും എന്ത് ഇൻപുട്സ് എന്ന് പറയുന്നത്? ദേ ആർ കോൾഡ് ആസ് അസിൻക്രണസ് ഇൻപുട്സ്. ഓക്കെ, സിൻക്രണസ് ഇൻപുട്സ് ഏതൊക്കെയായിരിക്കും? അപ്പോൾ ബാക്കിയുള്ള ഇൻപുട്സ് JK ആണെങ്കിൽ JK, എനേബിൾ, ക്ലോക്ക്, അതൊക്കെ സിൻക്രണസ് ഇൻപുട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 essay ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോന്നിനും 14 മാർക്സ് ആണ് ഉണ്ടാവുക. അതിൽ 2 essay ക്വസ്റ്റ്യനിൽ പിന്നെ ഏതെങ്കിലും ഒന്ന് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ ദ ലോജിക് സർക്യൂട്ട് ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്.
എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ലോജിക് സർക്യൂട്ട് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് ഈ ഡോട്ടഡ് ലൈനിൽ കാണുന്ന പോർഷൻ ദിസ് ഈസ് ആക്ച്വലി എ ലാച്ച്, എസ് ആർ ലാച്ച് ആണ് ഇത്. ഓക്കെ, ഈ എസ് ആർ ലാച്ചിൽ ഗേറ്റഡ് ലാച്ചിനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുക. അതായത് വേറെ ഇൻപുട്സും ക്ലോക്കും എല്ലാം കൂടി അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക, ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടുക. അപ്പോൾ എസ് ആർ ലാച്ചിന്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് എസ് സ്റ്റാർ ആർ സ്റ്റാർ എന്നാണ്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എസ് ആർ ലാച്ച് മാത്രമാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻപുട്സ് എസും ആറും പറയും. പക്ഷേ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവുന്ന സമയത്ത് ഓൾറെഡി ഇൻപുട്ടിന് എസും ആറും പേര് കൊടുത്തതുകൊണ്ട് ലാച്ചിൻ്റെ ഇൻപുട്സിന്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ലാച്ച്, ഈ ഇൻപുട്ടിനും എസ് സ്റ്റാർ ആർ സ്റ്റാർ എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എന്താണ് പറഞ്ഞത്, ലോജിക് സർക്യൂട്ട് വരയ്ക്കുക, ഇത് വരയ്ക്കുക, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റ്സ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ട്രൂത്ത് ടേബിൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടില്ല, ജസ്റ്റ് വരച്ചു വെച്ചിട്ടേ ഉള്ളൂ. അതിൽ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസും ആറും കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എസ് സ്റ്റാറിൻ്റെയും ആർ സ്റ്റാറിൻ്റെയും കോമ്പിനേഷൻ കൂടെ കൺസിഡർ ചെയ്തു. ഓക്കെ, അതിൽ എസ് സ്റ്റാറും ആർ സ്റ്റാറും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എസ് ആർ ലാച്ചിൻ്റെ വർക്കിംഗ് പ്രകാരം എസ് സ്റ്റാറിൻ്റെയും ആർ സ്റ്റാറിൻ്റെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമ്മൾ നോക്കണം. എസ് സ്റ്റാറും ആർ സ്റ്റാറും വണ്ണും ആണെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റ് തന്നെയാണ് കിട്ടുക. പ്രീവിയസ് സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, മെമ്മറി സ്റ്റേറ്റ് എന്ന് പറയാം. ലാച്ചിൻ്റെ വർക്കിംഗ് അറിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ണ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് എസ് സ്റ്റാറും ആർ സ്റ്റാറും വരുന്നതെങ്കിൽ അത് മെമ്മറി സ്റ്റേറ്റ് ആണ്. ഇനി 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് യൂഷ്വലി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ യൂസ് ചെയ്യുന്നില്ല, ലാച്ചിലും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ എസ് ആർ ലാച്ചിൻ്റെ ഓപ്പറേഷൻ നമ്മൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുക, എസ് ആർ ലാച്ചിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്ക്. ആ ഇതിൽ നമ്മളിപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാത്രം നോക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാത്രം നോക്കാം. എപ്പോഴെങ്കിലും എസ് സ്റ്റാറിൻ്റെ വാല്യൂ 0 ആവുന്നെന്ന് വിചാരിക്കാം. എസ് സ്റ്റാർ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് എസ് സ്റ്റാർ, ഇത് ആർ സ്റ്റാർ. എപ്പോഴെങ്കിലും എസ് സ്റ്റാറിൻ്റെ വാല്യൂ 0 ആവുന്നെങ്കിൽ ഈ ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് പോകും, ഈ ഔട്ട്പുട്ട് 1ലേക്ക് പോകും. ഓക്കെ, ഈ ഔട്ട്പുട്ട് 1ലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് പോകും, 0ലേക്ക് പോകും. അതാണ് എസ് സ്റ്റാർ എന്ന് പറയുന്നത് 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് കണ്ടോ 1 കിടക്കുന്നത്. എപ്പോഴെങ്കിലും ആർ സ്റ്റാറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എസ് സ്റ്റാറിൻ്റെ വാല്യൂ അവിടെ നിൽക്കട്ടെ, എപ്പോഴെങ്കിലും ആർ സ്റ്റാറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എങ്ങോട്ടേക്ക് പോകും, QN ബാർ 1ലേക്ക് പോകും, ഇത് 0ലേക്ക് പോകും. കാരണം ആർ സ്റ്റാർ എന്ന് പറയുന്നത് ഈ നാൻഡ് ഗേറ്റിന് കണക്ട് ചെയ്തിരിക്കുന്ന, ഇവിടെ 0 കണക്ട് ചെയ്താൽ ഉടനെ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിട്ട് പോകും. അതാണ് ആർ സ്റ്റാർ 0 കിട്ടുന്ന സമയത്ത് കണ്ടോ ഔട്ട്പുട്ട് 0. ഓക്കെ, അത്രേ എസ് ആർ ലാച്ചിൻ്റെ വർക്കിംഗ് പഠിക്കാനുള്ളൂ. അപ്പോൾ എസ് ആർ ലാച്ചിൻ്റെ വർക്കിംഗ് നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്രോസ് കപ്ലിംഗ് ഒക്കെ വരും. അതായത് ഇപ്പം ഇങ്ങനെ ഒരു കോമ്പിനേഷനാണെന്ന് വിചാരിക്കാം. ആർ സ്റ്റാർ 0 കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ എന്ത് വരും, 1. ഈ 1 ആണ് ഇവിടേക്ക് കപ്പിൾ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ 1 × 1 ഔട്ട്പുട്ട് എന്താ വരിക, 0. ഈ 0 ഇവിടേക്ക് വരും, 0 × 0 ഔട്ട്പുട്ട് എന്ത് വരും, 1 വരും. ഇതിങ്ങനെ എത്ര പ്രാവശ്യം നോക്കിയാലും സെയിം ആയിരിക്കും. അങ്ങനെയാണ് ലാച്ച് നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ ലാച്ചിൻ്റെ വർക്കിംഗ് കൂടെ ഇതിൻ്റെ അകത്ത് പറഞ്ഞു വരികയാണെങ്കിൽ കുറേ ലെങ്തി ആവും. അതുകൊണ്ടാണ് ഞാൻ ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ ഇതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്കിംഗ് പറയുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് വരെ എസും ആറും ക്ലോക്കുമാണ്. ഓക്കെ, എസും ആറും ഉണ്ടാവും, ഇവിടെ ക്ലോക്ക് സിഗ്നലും ഉണ്ടാവും. അതിൽ എസും ആറും ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ എസ് സ്റ്റാറും ആർ സ്റ്റാറും എന്ത് കിട്ടുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി സ്റ്റേറ്റ്സ് നമുക്ക് അങ്ങ് എഴുതി പോവാം. ഓക്കെ, അപ്പോൾ ക്ലോക്ക് 0 ആണെങ്കിൽ ഞാൻ പറഞ്ഞു, ക്ലോക്ക് 0 ആണെങ്കിൽ നിങ്ങൾ എസും ആറിനും എന്ത് വാല്യൂ കൊടുത്തിട്ടും കാര്യമില്ല, ഔട്ട്പുട്ട് എന്തായിരിക്കും, പഴയ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരാനില്ല. ഓക്കെ, ക്ലോക്ക് 0 ആണെങ്കിൽ എസ് ആർ എന്താണെങ്കിലും അതേപോലെ എസ് സ്റ്റാർ ആർ സ്റ്റാർ എന്താണെങ്കിലും പ്രീവിയസ് സ്റ്റേറ്റ് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ വരിക. ഇനി നമ്മൾ ക്ലോക്ക് 1ലേക്ക് വന്നു. ക്ലോക്കിലേക്ക് ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സ്റ്റെപ്പ് കേട്ടോ. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതാണ്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് 1 കൊടുത്തു, എസും ആറും 0 കൊടുത്തു. ഓക്കെ, എസും ആറും 0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയും 0 ഇവിടെയും 0. ഈ നാൻഡ് ഗേറ്റിന് 0 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 1 വരും, ഇവിടെ 1 വരും. അപ്പോൾ എന്താ സംഭവിക്കുക, എസ് സ്റ്റാറും 1 ആർ സ്റ്റാറും 1. ഓക്കെ, എസ് സ്റ്റാറും ആർ സ്റ്റാറും 1 ആണ് വരുന്നതെങ്കിൽ നേരത്തെ എന്താണോ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത് ആ ഔട്ട്പുട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതായത് ഇപ്പം QN എന്ന് പറയുന്നത് 0 ആയിരുന്നു, QN ബാർ എന്ന് പറയുന്നത് 1 ആയിട്ടാണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ എസും ആറും 0 കൊടുക്കുന്നു, ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ 1 വരും,
ഇവിടെ 0യും 1ഉം തന്നെ കണ്ടിന്യൂ ചെയ്യും, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓപ്പറേഷൻസ് നോക്കാം. ഇതാ ഇവിടെ 1 ആണെങ്കിൽ ഈ 1 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, 1 × 1 ഔട്ട്പുട്ട് 0, ഈ 0 ഇവിടെ വരും, 0 × 1 ഔട്ട്പുട്ട് 1, ഈ 1 വീണ്ടും ഇവിടെ വരും, 1 × 1 ഔട്ട്പുട്ട് 0. കണ്ടോ, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് 0 കേസ്. ഇനി രണ്ടാമത്തെ കേസിൽ ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് കേസിൽ എസിന് 0യും ആറിന് 1ഉം, എസിന് 0 ആറിന് 1. ഓക്കെ, എസ് 0 കൊടുക്കുന്ന ഉടനെ ഇവിടെ എന്താവും, ഇവിടെ 1 ആവും. ഓക്കെ, ഇനി ആറിന് 1, എസിന് 0യും ആറിന് 1ഉം കൊടുക്കുന്ന സമയത്ത് എസ് സ്റ്റാറും ആർ സ്റ്റാറും എന്താണെന്ന് നോക്കിയേ, 1ഉം 0യും ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഔട്ട്പുട്ട് പ്രകാരം നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ സമയത്ത് നമുക്ക് അങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ് ഔട്ട്പുട്ടായിട്ട് വരിക, ഔട്ട്പുട്ടായിട്ട് Q0യും Q ബാർ 1ഉം. അത് ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെ 0 ഉണ്ട്, ഈ 0 ഇവിടേക്ക് കപ്പിൾ ചെയ്ത് വരുന്ന കാരണം എന്തായാലും ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഈ 1 ഇവിടേക്ക് കപ്പിൾ ചെയ്ത് പോകുന്ന കാരണം ഇവിടെ ഓൾറെഡി 1 വരുന്ന കാരണം എന്തായാലും ഇവിടുത്തെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ആക്ച്വലി ഈ 0യ്ക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാരണം ഓൾറെഡി എസ് 0 ആയി കഴിഞ്ഞ ഉടനെ ഇവിടുത്തെ ഇൻപുട്ട് 1 ആയിട്ട് സെറ്റ് ചെയ്തു. പിന്നെ ഇവിടുത്തത് ഓൾറെഡി 1ലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഔട്ട്പുട്ടിൽ എന്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, 0യിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയാം. ഔട്ട്പുട്ട് 0 ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക, സെറ്റ് കണ്ടീഷൻ എന്ന് പറയാം. അപ്പോൾ സെറ്റ് കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ട് എസ് 0യും ആർ 1ഉം കൊടുക്കാം. നെക്സ്റ്റ് ഇതേപോലെ എസിന് 1ഉം ആറിന് 0യും കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. എസിന് 1ഉം ആറിന് 0യും. ഓക്കെ, എസിന് 1ഉം ആറിന് 0യും കൊടുത്തു കഴിഞ്ഞാൽ 0 കൊടുക്കുന്ന നാൻഡ് ഗേറ്റ് ഏതാണോ അതിൻ്റെ ഔട്ട്പുട്ട് വേഗം 1ലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി, ഇതെന്തായിരുന്നു, ആർ സ്റ്റാറിൻ്റെ വാല്യൂ 1ലേക്ക് പോകും. എസ് സ്റ്റാറിൻ്റെ വാല്യൂ 0ലേക്ക് എത്തിയാലും അല്ലെങ്കിലും ആർ സ്റ്റാർ ഇവിടെ 1 വന്നിരിക്കുന്നത് കാരണം ഇവിടുത്തെ ഔട്ട്പുട്ട് ഇവിടത്തേക്ക് കപ്പിൾ ചെയ്തിരിക്കുന്നത് കാരണം നേരെ ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് പോകും, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഔട്ട്പുട്ട് 0 കിട്ടുന്നതിന് നമ്മൾ റീസെറ്റ് എന്നാണ് കേട്ടോ പറയാം. ഔട്ട്പുട്ട് 0 കിട്ടുന്നതിന് റീസെറ്റ്, ഔട്ട്പുട്ട് 1 കിട്ടുന്നതിനാണ് നമ്മൾ സെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കാം ഇങ്ങനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എസ് സ്റ്റാറിൻ്റെ വാല്യൂ 0, ആർ സ്റ്റാറിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഒരു 0 ഉണ്ട്. ഓക്കെ, ഈ 0 ഇവിടേക്ക് അപ്ലൈ ചെയ്ത് വരുന്നു. 0 × 1 എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് വരും, 1 ആയിട്ട് വരും. 1 × 0 എന്ന് പറയുന്നത് എത്രയാ, അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. ഈ 1 വീണ്ടും ഇവിടേക്ക് അപ്ലൈ ചെയ്ത് പോകും. 1 × 1, 1ൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. 0 വീണ്ടും ഇവിടേക്ക് പോകും. 0 × 0 ഔട്ട്പുട്ട് എന്തായിട്ട് മാറും, 1. ഈ 1 വീണ്ടും ഇവിടേക്ക് വരും. 1 × 1 ഔട്ട്പുട്ട് എന്തായിട്ട് മാറും, 0. പിന്നെ അത് സ്റ്റേബിളായി. അപ്പോൾ ഓൾറെഡി 0 1ൽ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് നേരെ എങ്ങോട്ടേക്ക് പോയി, 1 0ലേക്ക് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായി, സെറ്റായി. അപ്പോൾ ഔട്ട്പുട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷനാണ് എന്ത്, എസ് = 1, ആർ = 0. ഓക്കെ, ഔട്ട്പുട്ട് റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷനാണ് എന്ത്, എസ് = 0, ആർ = 1. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എസ് ആർ ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾക്ക് അറിയാം. അത് അതേപടി വരച്ച് വെക്കാം. എന്നിട്ട് എസും ആറും മാറുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് ചേഞ്ചാണ് വരുന്നതെന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. പിന്നെ ഓട്ടോമാറ്റിക്കലി വർക്കിംഗ് ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഔട്ട്പുട്ട്സ് വെച്ചിട്ട് ഈ ഓൾറെഡി പ്രസൻറ്റ് ഔട്ട്പുട്ട്സ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഔട്ട്പുട്ട് അതിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡീറ്റെയിൽഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് മോഡുലസ് ഓഫ് എ കൗണ്ടർ, ഡ്രോ ദ സർക്യൂട്ട് ഓഫ് എൻ അസിൻക്രണസ് ഡിക്കേഡ് കൗണ്ടർ. ഓക്കെ, ഫസ്റ്റ് 2 പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത് കൗണ്ടറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്, കൂടാതെ പിന്നെ ഒരു അസിൻക്രണസ് ഡെക്കേഡ് കൗണ്ടറിൻ്റെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു കൗണ്ടറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എത്ര സ്റ്റേറ്റിൽ കൂടെയാണ് അത് കടന്നു പോകുന്നത് എന്നാണ്. ഇപ്പോൾ മോഡ് 10 കൗണ്ടർ എന്ന് പറഞ്ഞാൽ 10 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അത് കൗണ്ട് ചെയ്യും. അതേപോലെ മോഡ് 8 കൗണ്ടർ എന്ന് പറഞ്ഞാൽ 8 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അത് കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര സ്റ്റേറ്റ്സിൽ കൂടെയാണ് അത് കൗണ്ട് ചെയ്യുന്നത് എന്നാണ് മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എത്ര സ്റ്റേറ്റ് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക, നമ്മളൊരു കൗണ്ടറിൻ്റെ അകത്ത് n ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കൗണ്ടറിൻ്റെ അകത്ത് n ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. n ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും 2n സ്റ്റേറ്റ്സ് വരെ കൗണ്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് കൗണ്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് 0 ആയിരിക്കും, രണ്ടാമത്തെ സ്റ്റേറ്റ് 1 ആയിരിക്കും. രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് 0 0 പിന്നെ 0 1 പിന്നെ 1 0 പിന്നെ 1 1. അപ്പം മൊത്തം എത്ര സ്റ്റേറ്റ് ആയി? 4 സ്റ്റേറ്റ്. ഇവിടെ എത്ര സ്റ്റേറ്റ് ആയി? 2 സ്റ്റേറ്റ്. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുമ്പോൾ 2 സ്റ്റേറ്റ്, 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുമ്പോൾ 4 സ്റ്റേറ്റ്, 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുമ്പോൾ 8 സ്റ്റേറ്റ്. അങ്ങനെ ഓരോന്നും ഓരോ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിനനുസരിച്ച് അതിൻ്റെ മോഡ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ പാർട്ടിന് അത്രേ പറയാനുള്ളൂ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഒരു അസിൻക്രണസ് ഡെക്കേഡ് കൗണ്ടർ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. അസിൻക്രണസ് കൗണ്ടർ, സിൻക്രണസ് കൗണ്ടർ, രണ്ട് ടൈപ്പ് കൗണ്ടേഴ്സാണ് ഉള്ളത്. അതിൽ അസിൻക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? കുറേ ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ടേഴ്സ് ഉണ്ടാക്കുന്നത്. എത്രത്തോളം ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നു അത്രത്തോളം സ്റ്റേറ്റ്സ് ഇതിന് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അസിൻക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത് ഒരുമിച്ചായിരിക്കില്ല. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഒരുമിച്ച് ക്ലോക്ക് കൊടുക്കില്ല അസിൻക്രണസ് കൗണ്ടറിൽ. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കും സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്കായിട്ട് കൊടുക്കുന്നത്. അതേപോലെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കും തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്കായിട്ട് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ അസിൻക്രണസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ തന്നെ അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും ക്ലോക്ക് കൊടുക്കും. അതിനെയാണ് നമ്മൾ സിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അസിൻക്രണസ് കൗണ്ടറാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അസിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യണം. കൂടാതെ അത് എന്ത് കൗണ്ടർ? ഡെക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സ്റ്റേറ്റുകൾ കൗണ്ട് ചെയ്യുന്ന കൗണ്ടറിനെയാണ് ഡെക്കേഡ് കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോഡുലസ് എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ മോഡ് 10 കൗണ്ടറാണ് നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞത്. കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് കൗണ്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതാണ് ഇവിടെ ട്രൂത്ത് ടേബിൾ ആക്കിയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട്, ബി എന്ന് പറയുന്ന സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, സി എന്ന് പറയുന്ന തേർഡ്, ഡി എന്ന് പറയുന്ന ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എണ്ണം പറയുമ്പോഴും ശ്രദ്ധിക്കണം. ഇതാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദിസ് ഈസ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദിസ് ഈസ് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദിസ് ഈസ് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെയാണ് എ എടുക്കുക, ഇവിടെയാണ് ബി എടുക്കുക, അടുത്തത് സി, അടുത്തത് ഡി. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിലൊക്കെ യൂസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യുന്ന സമയത്ത് കൗണ്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഡെക്കേഡ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 10 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യണം കേട്ടോ. 10 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യണമെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യേണ്ടി വരും? നമുക്കറിയാം, നമ്മൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2⁻3 സ്റ്റേറ്റ്സ് കൗണ്ട് ചെയ്യാം. 2⁻3 എന്ന് പറയുന്നത് എത്ര? 8 ആണ്. 8 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യാം. ഡെക്കേഡ് കൗണ്ടറിൽ എത്ര സ്റ്റേറ്റ് കൗണ്ട് ചെയ്യണം? 10 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യണ്ടേ? അപ്പോൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്താൽ പോരല്ലോ. അപ്പോൾ നമ്മളിവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യണം. പക്ഷേ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2⁻4 സ്റ്റേറ്റ്സ് വരെ അത് കൗണ്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 15 വരെ അത് കൗണ്ട് ചെയ്യും. കാരണം 16 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. പക്ഷേ നമുക്ക് 10 സ്റ്റേറ്റ് കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ 10 സ്റ്റേറ്റ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യിക്കണം? റീസെറ്റ് ചെയ്യിക്കണം. വീണ്ടും 0000 കൊണ്ടുപോകണം. വീണ്ടും 10 സ്റ്റേറ്റ് വരുമ്പോൾ വീണ്ടും 0000 കൊണ്ടുപോകണം. അങ്ങനെ റീസെറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, സോ ഫോർ ദാറ്റ് ഓക്കെ, നമുക്ക് ആദ്യം ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് കൺസിഡർ ചെയ്യാം. കണ്ടോ, ഫസ്റ്റ് സ്റ്റേറ്റ് 0000, അതിൻ്റെ അടുത്ത സ്റ്റേറ്റ് 0001, അടുത്തത് 0010, അടുത്തത് 0011, അടുത്തത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് വരുന്ന സ്റ്റേറ്റ് ഈ സ്റ്റേറ്റ് കണ്ടോ, 1 2 3 4 5 6 7 8 9 10. ഇതോടുകൂടി 10 സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയി. ഈ സ്റ്റേറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത് കാരണം ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റേറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റിലേക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് ജമ്പ് ചെയ്യും. പക്ഷേ ഈ സ്റ്റേറ്റ് വരാൻ പാടില്ല. കാരണം എന്താ? നമുക്ക് 10 സ്റ്റേറ്റേ പാടുള്ളൂ. 10 സ്റ്റേറ്റ് കഴിഞ്ഞ് ഉടനെ 0000 പോകണം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റിനെ എങ്ങോട്ടേക്ക് തട്ടണം? 0000, അതായത് റീസെറ്റിലേക്ക് തട്ടണം. ഇതാണ് ചെയ്യാനുള്ള ഓപ്പറേഷൻ. അപ്പോൾ ആ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കണം. എന്താണ് പറഞ്ഞു വന്നത്? നമ്മൾ 10 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യണം. അതായത് 0
0 0 0 മുതൽ 1 0 0 1 വരെ കൗണ്ട് ചെയ്യണം. ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത് കാരണം കൗണ്ടിങ് ഇവിടെ നിൽക്കില്ല. 1 0 0 1 കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 1 0 1 0ലേക്ക് പോവും. 1 0 1 0ലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഈ സ്റ്റേറ്റ് അപ്പിയർ ചെയ്യാൻ പാടില്ല. ഈ സ്റ്റേറ്റ് വരുമ്പം ഓട്ടോമാറ്റിക്കലി അത് എങ്ങോട്ടേക്ക് പോകണം? വീണ്ടും 0 0 0 0ലേക്ക് പോകണം. അപ്പോൾ വീണ്ടും 0 0 0 0 ആവും, 0 0 0 1 ആവും, അങ്ങനെ 1 0 0 1 വരെ കൗണ്ട് ചെയ്യും. അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടേക്ക് വരണം. അതിന് എന്ത് മെക്കാനിസമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതാണ് ഇവിടെ നോക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ബിറ്റ് കോമ്പിനേഷൻസ് നോക്കാം. നോക്കിയേ, 1 0 1 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിറ്റും 1 ആണ്. അങ്ങനെ വരുന്ന ഏതെങ്കിലും കോമ്പിനേഷൻ ഇതിൻ്റെ മുകളിലുണ്ടോ എന്ന് നോക്കിയേ. ഡി എന്ന് പറയുന്ന ബിറ്റും ബി എന്ന് പറയുന്ന ബിറ്റും 1 ആവുന്ന, രണ്ടും ഒരുമിച്ച് 1 ആവുന്ന ഒരു കോമ്പിനേഷൻ വരുന്നില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ ആ കോമ്പിനേഷനെ എടുത്തിട്ട് ആ കോമ്പിനേഷൻ വരുന്ന ഒരു ബിറ്റ് സീക്വൻസ് വരുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് റീസെറ്റ് ചെയ്യിക്കുന്ന പരിപാടി നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്ന ഇൻപുട്ടും ഡി എന്ന് പറയുന്ന ഔട്ട്പുട്ടും ബി എന്ന് പറയുന്ന ഔട്ട്പുട്ടും രണ്ടും കൂടെ എടുത്തിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് ഫിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു നാൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് 1 ഇത് 1, ഈ രണ്ടും 1 വന്നു കഴിഞ്ഞാൽ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് പോകും? 0ലേക്ക് പോകും. ഈ 0 എന്ന് പറയുന്ന സാധനം നേരെ നമ്മൾ ക്ലിയറിലേക്ക് കൊടുക്കും. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചില്ലേ പ്രീസെറ്റിൻ്റെയും ക്ലിയറിൻ്റെയും അഡ്വാൻറ്റേജ്. പ്രീസെറ്റും ക്ലിയറിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? എപ്പോഴെങ്കിലും ക്ലിയർ 0 ആക്കിയാൽ പ്രീസെറ്റ് 1ൽ നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൗണ്ടേഴ്സ് എല്ലാം എങ്ങോട്ടേക്ക് പോകും? റീസെറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. കാരണം ക്ലിയർ 0 ആക്കി കഴിഞ്ഞാൽ ക്യൂ ബാർ ഔട്ട്പുട്ട് 1ലേക്ക് പോകും. ക്യൂ ബാർ 1 പോയാൽ ക്യൂ 0ലേക്ക് പോകും. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്തിലേക്ക് പോകും? റീസെറ്റിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു മെക്കാനിസം മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും? അസിൻക്രണസ് കൗണ്ടർ, ഡെക്കേഡ് കൗണ്ടർ കിട്ടും. അപ്പോൾ ആ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണിത്. ഈ സർക്യൂട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്? 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 4ഉം JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലോക്ക് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമേ നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നുള്ളൂ. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് വരുന്നത് കണ്ടോ? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന്. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് വരുന്നത് കണ്ടോ? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന്. ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് വരുന്നത് കണ്ടോ? ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന്. കണ്ടോ? അപ്പോൾ ഇതിനെയാണ് അസിൻക്രണസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രീസെറ്റും ക്ലിയറും ഒന്നും ഇവിടെ വെച്ചിട്ടില്ല, ഈ നാൻഡ് ഗേറ്റ് ഒന്നും വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ. സിമ്പിളായിട്ട് ജെയിൻ്റെയും കെയിൻ്റെയും വാല്യൂ 1, എല്ലാത്തിനും ജെയിൻ്റെയും കെയിൻ്റെയും വാല്യൂ 1 കൊടുക്കുന്നു. ജെയിൻ്റെയും കെയിൻ്റെയും വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ ടോഗിൾ ഓപ്പറേഷൻ അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യും? 16 ബിറ്റ് കൗണ്ട്, അതായത് 16 കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. ഓട്ടോമാറ്റിക്കലി 16 സ്റ്റേറ്റ്സ് കൗണ്ട് ചെയ്യും, വീണ്ടും റീസെറ്റിലേക്ക് പോകും, വീണ്ടും 16 സ്റ്റേറ്റ്സ് കൗണ്ട് ചെയ്യും, റീസെറ്റിലേക്ക് പോകും, അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്കത് വേണ്ട, നമുക്ക് ഡെക്കേഡ് കൗണ്ടറാണ് വേണ്ടത്. കറക്റ്റ് 10 സ്റ്റേറ്റ് കഴിയുന്ന സമയത്ത് അത് റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ കണ്ടോ, നമ്മൾ 2 ഔട്ട്പുട്ട്സ് എടുത്തില്ലേ? ആ ഔട്ട്പുട്ട്സ് ഏതൊക്കെയാണ്? രണ്ടാമത്തതിൻ്റെയും നാലാമത്തതിൻ്റെ ഔട്ട്പുട്ട് അല്ലേ എടുത്തത്? ഇതാ ഇവിടുന്ന് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്, ഇവിടുന്ന് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. ഈ 2 ഔട്ട്പുട്ടും എടുത്തിട്ട് ഇവർ ചെയ്തത് കണ്ടോ? നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു. നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ക്ലിയറിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ 1 1 എപ്പോഴെങ്കിലും 1 1 എന്ന് പറയുന്ന കോമ്പിനേഷൻ ഇതിൽ രണ്ടിലും വരികയാണെങ്കിൽ, അതായത് X1ലും X3ലും, X1ഉം X3യും ആണ് നമ്മുടെ ഏതാണ്? ഡിയും ബിയും. ഓക്കെ, എപ്പോഴെങ്കിലും ഡിയും ബിയിലും എന്ത് വരികയാണെങ്കിൽ, ബിയിലും ഡിയിലും 1 1 വരികയാണെങ്കിൽ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി 0ലേക്ക് പോകും. 0 എല്ലാ ക്ലിയറിലും അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് 0ൽ പോകും, ഇതിൻ്റെ ഔട്ട്പുട്ട് 0ൽ പോകും, ഇതിൻ്റെ ഔട്ട്പുട്ട് 0ൽ പോകും, ഇതിൻ്റെ ഔട്ട്പുട്ട് 0ൽ പോകും. വീണ്ടും അടുത്ത ക്ലോക്ക് പൾസിൽ 0 0 0 0, അടുത്ത 0 0 0 1, അടുത്ത ക്ലോക്ക് പൾസിൽ 0 0 1 0, അടുത്ത ക്ലോക്ക് പൾസിൽ 0 0 1 1, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ എവിടെയെങ്കിലും ഈ 1 1 സീക്വൻസ് വന്നാൽ ഇത് റീസെറ്റിലേക്ക് പോകും. ആക്ച്വലി പ്രീസെറ്റ് 1ൽ സെറ്റ് ചെയ്യണം, പക്ഷെ അത് ഇതിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രീസെറ്റും കൂടെ വരയ്ക്കുക. ആ പ്രീസെറ്റ് എല്ലാം എടുത്തിട്ട് 1ൽ സെറ്റ് ചെയ്ത് വെക്കാം.
കാരണം പ്രീസെറ്റിന് റോളില്ല, ക്ലിയർ ആണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ സർക്യൂട്ട് ഡയഗ്രമാണ്. എന്തിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്? ഡെക്കേഡ് കൗണ്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് അപ്പ് കൗണ്ടർ ആണ്, അതായത് കൂടി 0 കഴിഞ്ഞാൽ 1, 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. അതിന് കൗണ്ട് ചെയ്യാൻ കാരണം നമ്മൾ Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് എടുത്തിട്ടാണ് ക്ലോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ Q ബാർ എടുത്തിട്ട് ക്ലോക്കിലേക്ക് കൊടുക്കാം. Q ബാർ എടുത്ത് ക്ലോക്കിലേക്ക് കൊടുക്കുമ്പോൾ ഡൗൺ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അസിൻക്രണസ് കൗണ്ടേഴ്സിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്സിനൊക്കെ നമ്മൾ നിരത്തി വെക്കുന്നു. ജെയ്ക്കും കെയ്ക്കും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ജെയും കെയും 1 കൊടുക്കുന്നു. ടോഗിൾ ഓപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ക്ലോക്ക് ഒന്നിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് രണ്ടാമത്തേൻ്റെ ക്ലോക്കിലേക്ക് കൊടുക്കുന്നു. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രം നമ്മൾ എക്സ്റ്റേണൽ ക്ലോക്ക് കൊടുക്കും. ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്സും തൊട്ട് മുമ്പിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കൊടുക്കും. ഇങ്ങനെ ചുമ്മാ ഫ്ലിപ്പ് ഫ്ലോപ്സ് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസിൻക്രണസ് കൗണ്ടർ കിട്ടും. ആ അസിൻക്രണസ് കൗണ്ടറിൽ ഏതെങ്കിലും ഒരു ഇപ്പം 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മോഡ് 16 കൗണ്ടർ കിട്ടും. ആ മോഡ് 16 കൗണ്ടറിൽ അത്രയും സ്റ്റേറ്റ് നമുക്ക് കൗണ്ട് ചെയ്യണമെങ്കിൽ മാത്രം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യും എന്നതിൻ്റെ ലോജിക്കാണ് നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നത്? ഈ ടേബിളിനകത്ത് നിന്ന് കണ്ടുപിടിക്കുന്നത്. അതായത് 1 0 1 0 എന്ന് പറയുന്ന കോമ്പിനേഷനാണ് നമുക്കിവിടെ വന്നുകൂടാത്ത കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റീസെറ്റിലേക്ക് പോകണം. റീസെറ്റ് ചെയ്യിക്കാനുള്ള മെത്തേഡ് എന്താണ്? ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലിയർ ചെയ്യിക്കുന്ന കോമ്പിനേഷൻ ഏതാണ്? 1 1. അപ്പോൾ 1 1 നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്ത് നേരെ ക്ലിയറിലേക്ക് പാസ് ചെയ്യും. ഓക്കെ ഓക്കെ നെക്സ്റ്റ്, സിൻക്രണസ് കൗണ്ടേഴ്സ് enumerates the steps for design of a synchronous counter. സിൻക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അസിൻക്രണസ് കൗണ്ടേഴ്സ് പോലെ എളുപ്പത്തിൽ നമുക്ക് സിൻക്രണസ് കൗണ്ടേഴ്സിനെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. സിൻക്രണസ് കൗണ്ടേഴ്സിനെ ഡിസൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സിൻക്രണസ് കൗണ്ടേഴ്സിന് ഡിസൈൻ ചെയ്യാൻ ക്ലോക്ക് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല, എല്ലാത്തിനും സിൻക്രണസ്ലി നമുക്ക് ക്ലോക്ക് കൊടുക്കാം. പക്ഷേ ജെയിൻ്റെയും കെയിൻ്റെയും വാല്യൂ എന്ത് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്താൽ മാത്രമേ സിൻക്രണസ് കൗണ്ടേഴ്സ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സിൻക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് കൗണ്ടറാണ്, എത്ര സ്റ്റേറ്റ് കൗണ്ട് ചെയ്യുന്ന കൗണ്ടറാണ് നമുക്ക് വേണ്ടുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് ക്വസ്റ്റ്യനിൽ തരുമല്ലോ. അതിനനുസരിച്ച് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സും ഏത് ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണ്ടുപിടിക്കാം. ഡിസൈഡ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഇതിപ്പം 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ വെറുതെ സ്റ്റെപ്പ് എഴുതി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിൻക്രണസ് കൗണ്ടർ എടുക്കണം. ഇപ്പം നമ്മളൊരു 2 ബിറ്റ് കൗണ്ടർ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, 2 ബിറ്റ് കൗണ്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 2 ബിറ്റ് കൗണ്ടറിൻ്റെ ഡിസൈനാണ് നമുക്ക് വേണ്ടുന്നതെങ്കിൽ നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യേണ്ടി വരും? 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ഫോർ 2 ബിറ്റ്, അത് അസിൻക്രണസ് കൗണ്ടർ ആണെങ്കിലും സിൻക്രണസ് കൗണ്ടർ ആണെങ്കിലും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ കാര്യത്തിൽ സെയിം കാൽക്കുലേഷനാണ്. എത്ര സ്റ്റേറ്റ്സ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പം നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ 2⁴ സ്റ്റേറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. 3 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2�3 സ്റ്റേറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ആ റൂളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ 2 ബിറ്റ് കൗണ്ടറാണ് നമുക്ക് വേണ്ടുന്നതെങ്കിൽ നമ്മൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ തൽക്കാലമായിട്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം, ഏത് ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കാം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ആദ്യം റെഡിയാക്കുക. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ കണ്ടുപിടിക്കുക. ഇപ്പം നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. QN+1 JK എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചു. 0x 1x x1 x0. ഏതൊക്കെ കോമ്പിനേഷനിൽ 0 എന്ന് 0 ആവുന്ന സമയത്ത്, 0 എന്ന് 1 ആവുന്ന സമയത്ത്, 1 എന്ന് 0 ആവുന്ന സമയത്ത്, 1 എന്ന് 1 ആവുന്ന സമയത്ത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കാം. എക്സൈറ്റേഷൻ ടേബിൾ വരച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡയഗ്രാം.
സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സീക്വൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 2 ബിറ്റ് അല്ലേ കൗണ്ട് ചെയ്യുന്നത്. 2 ബിറ്റ് കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 00, പിന്നെ 01, പിന്നെ 10, പിന്നെ 11. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഡയഗ്രം. 00, 01, 10 ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. നമ്മൾ അപ്പ് കൗണ്ടറാണ് ഡിസൈൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 00, 01, 10, 11. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഡയഗ്രം കിട്ടും. സ്റ്റേറ്റ് ഡയഗ്രത്തിന്റെ കൂടത്തിൽ തന്നെ നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ, സ്റ്റേറ്റ് എക്സൈറ്റേഷൻ ടേബിളും കൂടെ റെഡിയാക്കണം. സ്റ്റേറ്റ് എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് സ്റ്റേറ്റ്, സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ ആണ്. പ്രസന്റ് സ്റ്റേറ്റ് എന്താ, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താ, അതിൽ JKയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രം ഇങ്ങനെയല്ലേ, സ്റ്റേറ്റ് ഡയഗ്രം ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പ്രസന്റ് സ്റ്റേറ്റ് 00 ആണെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതായിരിക്കും വരേണ്ടത്, 01. പ്രസന്റ് സ്റ്റേറ്റ് 01 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതായിരിക്കും വരേണ്ടത്, 10 അല്ലേ. നമ്മൾ ടൈമിംഗ് ഡയഗ്രത്തിൽ നിന്ന് അത് കിട്ടുക. 00 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 01, 01 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 10, 10 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 11, 11 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 00. അതിനെയാണ് നമ്മൾ എന്താ സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിളിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, 10 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 11, 11 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 00. ഈ 4 ട്രാൻസിഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അതിപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിളാണ്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിളിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് Q0, Q1 രണ്ട് ഔട്ട്പുട്ട്സ്. നെക്സ്റ്റ് ഔട്ട്പുട്ടുകളാണ് Q0 സ്റ്റാറും Q1 സ്റ്റാറും. കണ്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് 00, നെക്സ്റ്റ് സ്റ്റേറ്റ് എങ്ങോട്ടേക്ക് പോകണം, നെക്സ്റ്റ് സ്റ്റേറ്റ് 01ലേക്ക് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ Q0 ഔട്ട്പുട്ട് 0 ആവണം, Q1 ഔട്ട്പുട്ട് 0 ആവണം. സിമിലർലി 01 ആണ് പ്രസന്റ് സ്റ്റേറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 10. ഓക്കെ, അപ്പോൾ Q0 ഔട്ട്പുട്ട് 0 പോകണം, Q1 ഔട്ട്പുട്ട് 1 പോകണം. സിമിലർലി ഇവിടെ Q0 ഔട്ട്പുട്ട് 1 പോകണം, Q1 ഔട്ട്പുട്ട് 1 പോകണം. ഓക്കെ, സോറി 0 പോകണം. അപ്പോൾ ആ എക്സൈറ്റേഷൻ അനുസരിച്ച് JK വാല്യൂസ് എങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ 2 ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ 0th ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിൻ്റെ ഇൻപുട്സ് J0, K0. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമുക്ക് എങ്ങനെ പറയാം, J1, K1. ഓക്കെ, അപ്പോൾ J0, K0 വാല്യൂ എങ്ങനെ, J1, K1 വാല്യൂ എങ്ങനെ എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ J0, K0, J1, K1 നമുക്ക് ഓൾറെഡി ഇവിടെ എക്സൈറ്റേഷൻ ടേബിൾ ഉണ്ട്. ഈ എക്സൈറ്റേഷൻ ടേബിളിൽ 0 ജമ്പ് ചെയ്യുമ്പോൾ JK വാല്യൂ എങ്ങനെ, 0 ജമ്പ് ചെയ്യുമ്പോൾ JK വാല്യൂ എങ്ങനെ, 1 ജമ്പ് ചെയ്യുമ്പോൾ JK വാല്യൂ എങ്ങനെ, 1 ജമ്പ് ചെയ്യുമ്പോൾ JK വാല്യൂ എങ്ങനെ, ഇതൊക്കെ ഇവിടെ എക്സൈറ്റേഷൻ ടേബിൾ ഉണ്ട്. അത് ഇത് പ്രകാരം വരച്ചാൽ മതി. അപ്പോൾ ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ നമുക്ക് എക്സൈറ്റേഷൻ ടേബിൾ കിട്ടുക 0x, 1x, നെക്സ്റ്റ് 1x, x1, x0, 1x, x1, x1 ഇങ്ങനെയാണ് കിട്ടുക. എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, 0 Q0 സ്റ്റാർ 0 പോകുമ്പം J0, K0 എന്താണ് സംഭവിക്കുക നോക്കിയാൽ, 0 പോകുമ്പം JK എന്ന് പറയുന്നത് 0x അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ 0x വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി Q1നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, Q1 എന്ന് പറയുന്നത്, Q0 എന്ന് പറയുന്നത് ആരുടെ ഔട്ട്പുട്ടാ, Q0 എന്ന് പറയുന്നത് J0, K0ന്റെ ഔട്ട്പുട്ട്, Q1 എന്ന് പറയുന്നത് J1, K1ന്റെ ഔട്ട്പുട്ട്, Q0 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഔട്ട്പുട്ട്, Q0 സ്റ്റാർ എന്ന് പറയുന്ന അടുത്ത ഔട്ട്പുട്ട്, Q1 എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഔട്ട്പുട്ട്, Q1 സ്റ്റാർ എന്ന് പറയുന്ന അടുത്ത ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ആ ട്രാൻസിഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, J0, K0, J1, K1 വാല്യൂ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കുറേ ടൈം അതിനു വേണ്ടി കൺസ്യൂം ചെയ്ത് പോകും. നമുക്ക് ജസ്റ്റ് ഈ എക്സൈറ്റേഷൻ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ട്രാൻസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള JK മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ട്രാൻസിഷൻ പ്രകാരം എങ്ങനെയാണ് ട്രാൻസിഷൻ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, Q0ന്റെ ട്രാൻസിഷൻ നോക്കാം. Q0ന്റെ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആരെയാ സെറ്റ് ചെയ്യേണ്ടത്, ഇതാ J0, K0നെ സെറ്റ് ചെയ്യണം. Q1ന്റെ ട്രാൻസിഷൻ നോക്കുക. Q1ന്റെ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആരെ സെറ്റ് ചെയ്യുക, J1, K1നെ സെറ്റ് ചെയ്യുക. ഓക്കെ, അത് മാറിപ്പോവാണ്ട് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഇങ്ങനെ ഒരു ടേബിൾ കിട്ടി. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എത്രാമത്തെ സ്റ്റെപ്പാണ്? നമ്മളിപ്പം 3 സ്റ്റെപ്സ് അല്ലേ പറഞ്ഞത്. 4th സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ഏതൊക്കെയാ? J0, K0, J1, K1 ഫ്രം ദ ഗിവൺ എക്സൈറ്റേഷൻ ടേബിൾ. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് J0, K0, J1, K1ൻ്റെ എക്സ്പ്രഷൻ കിട്ടണം ഇൻ ടേംസ് ഓഫ് Q0, Q1. ഓക്കെ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Q0യും Q1ഉം വെച്ചിട്ടാണ് നമുക്ക് J0, K0യിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് കോമ്പിനേഷൻ 0, 0, 0, 1, 1, 0, 1, 1. അപ്പോൾ ശരിക്കും ട്രൂത്ത് ടേബിൾ കെ മാപ്പ് വരയ്ക്കിച്ചിട്ടാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ കെ മാപ്പ് വരയ്ക്കുന്ന സമയത്ത് 2 വേരിയബിൾ ആയതുകൊണ്ട് 4 സെറ്റ് കെ മാപ്പ് വരച്ചാൽ മതി. 0, 0, 0, 1, 1, 0, 1, 1 ഇതാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൽ J0ന്റെ വാല്യൂ നമുക്ക് 0, 1, x 0, 1, x വരയ്ക്കുക, സോൾവ് ചെയ്യുക, J0ന്റെ വാല്യൂ കിട്ടും. അതേപോലെ K0 ഇത് ഈ സ്റ്റെപ്സ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഈ സ്റ്റെപ്സ് മെൻഷൻ ചെയ്ത് പോവുക, അല്ലാണ്ട് കറക്റ്റ് ഡിസൈനിലേക്ക് നമ്മളോട് ഒരിക്കലും 2 ബിറ്റ് കൗണ്ടർ ഡിസൈൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മളോട് സിങ്ക്രണസ് കൗണ്ടർ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് പോവുക. അപ്പോൾ ഈ എക്സ്പ്രഷൻ J0, K0, J1, K1ൻ്റെ എക്സ്പ്രഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? കെ മാപ്പ് ഫോളോ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പറയാം യൂസിങ് കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ. ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് J0ന് ഒരു കെ മാപ്പ് കിട്ടും, K0ന് ഒരു കെ മാപ്പ് കിട്ടും, J1ന് ഒരു കെ മാപ്പ് കിട്ടും, K1ന് ഒരു കെ മാപ്പ് കിട്ടും. 4നും കെ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 എക്സ്പ്രഷൻസും കിട്ടും. 4 എക്സ്പ്രഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് കൗണ്ടർ ഡിസൈനിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കിട്ടിയ എക്സ്പ്രഷൻ കെ മാപ്പ് സോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് പറയാം. അതായത് നമുക്ക് കിട്ടുന്നത് J0 = Q1 എന്ന് കിട്ടും, K0യും Q1 എന്ന് കിട്ടും, J1 എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടും, K1 എന്ന് പറയുന്നതും 1 ആയിട്ട് കിട്ടും. ഇത്രയും സാധനം കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? സെറ്റപ്പ് ദ സർക്യൂട്ട്, സെറ്റപ്പ് ദ കൗണ്ടർ സർക്യൂട്ട്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? കൗണ്ടർ സർക്യൂട്ട് അങ്ങ് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൗണ്ടർ സർക്യൂട്ട് സെറ്റപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിങ്ക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് 2ൻ്റെയും ക്ലോക്ക് സിങ്ക്രണൈസ്ഡ് ആയിട്ട് കൊടുക്കണം. ഫസ്റ്റിൻ്റെ ക്ലോക്ക് കൊടുത്ത് അതേ ക്ലോക്ക് തന്നെ സെക്കൻഡിന് ക്ലോക്കും കൊടുക്കണം. കണ്ടോ, 2നും കൊടുത്തിരിക്കുന്ന ക്ലോക്ക് ഈ ക്ലോക്ക് തന്നെ രണ്ടാമത്തേനും കൊടുത്തു. ഓക്കെ, ഇനി അറിയേണ്ടത് J0, K0, J1, K1 വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അസിങ്ക്രണസ് കൗണ്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ J1ഉം K1ഉം J0, K0 വാല്യൂ ഒക്കെ നമ്മൾ എത്രയാണ് സെറ്റ് ചെയ്തത്? 1 ആയിട്ടാണ് സെറ്റ് ചെയ്തത്. സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് പറ്റില്ല. കൃത്യമായിട്ട് എന്താണ് J0, K0, J1, K1 വാല്യൂ കിട്ടുന്നത് എന്ന് നമ്മൾ എക്സൈറ്റേഷൻ ടേബിളിൻ്റെ അകത്ത് നിന്ന് കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് J0യും K0യും Q1 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ Q1 എവിടെയുണ്ട്? ഈ Q1 ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് കൊടുക്കുക? J0ലേക്കും K0ലേക്കും കണക്ട് ചെയ്യാം. ഇനി J1ഉം K1ഉം 1. അപ്പോൾ J1ഉം K1ഉം കൊടുക്കുക, എന്നിട്ട് അത് എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം? 1ലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഔട്ട്പുട്ട് Q0യും Q1ഉം കൊടുക്കുക. സോ ദിസ് ഈസ് ദ സ്പെസിഫൈഡ് 2 ബിറ്റ് കൗണ്ടർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സിങ്ക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ സിങ്ക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്നതിനുള്ള 5 സ്റ്റെപ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് വഴി പറഞ്ഞു വന്നത്? ആ ഒരു എക്സാമ്പിൾ വെച്ച് 2 ബിറ്റ് കൗണ്ടർ എക്സാമ്പിൾ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് വരുന്നത്? ആദ്യം എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ ഏത് ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കണം. എക്സൈറ്റേഷൻ ടേബിളിൽ നിന്ന് നേരെ നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രത്തിലേക്ക് പോകണം. സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ്സ് ഏത് സീക്വൻസിൽ കൗണ്ട് ചെയ്യണം എന്ന് കാണിക്കുന്ന ഡയഗ്രമാണ് സ്റ്റേറ്റ് ഡയഗ്രം. സ്റ്റേറ്റ് ഡയഗ്രം വരച്ച ഉടനെ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കണം. സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ വരയ്ക്കുന്നത് എവിടുന്നാണ്? സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്നാണ്. സ്റ്റേറ്റ് ഡയഗ്രത്തിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് Jൻ്റെയും Kൻ്റെയും വാല്യൂസ് എങ്ങനെ മാറുന്നു എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് വരയ്ക്കുന്ന ടേബിളാണ് എന്ത്? സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിൾ. ഓക്കെ, അത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? J0, K0, J1, K1 അതായത്
ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇൻപുട്സിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം ഇൻ ടേംസ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എവിടുന്ന് കണ്ടുപിടിക്കുക? K-map സിംപ്ലിഫൈ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ദ കൗണ്ടർ സർക്യൂട്ട്. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് ഇവിടെ വരുന്നത് ഒരു കൗണ്ടർ, സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, draw the circuit of a 4-bit ring counter and give the timing diagram. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ മൊഡ്യൂളിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് റിംഗ് കൗണ്ടർ സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്ച്വലി ഡിസൈൻ ആസ്പെക്ട്സ് ഒന്നുമില്ല. റിംഗ് കൗണ്ടർ എന്ന് പറയുന്ന കൗണ്ടറിൻ്റെ സർക്യൂട്ട് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം എന്താണോ അതും വരയ്ക്കാം. ഇത് രണ്ട് കാര്യങ്ങളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത് 4-bit റിംഗ് കൗണ്ടറാണ് പറയുന്നത്. അപ്പോൾ 4-bit റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത് സാധാരണ കൗണ്ടറിനെ പോലെയല്ല, ഇതൊരു ഷിഫ്റ്റ് രജിസ്റ്റർ ടൈപ്പ് കൗണ്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സർക്യൂട്ട് ജസ്റ്റ് ഡയറക്റ്റായിട്ട് വരയ്ക്കുകയാണ്. എന്നിട്ട് സർക്യൂട്ട് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. അപ്പോൾ ഇതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിംഗ് കൗണ്ടർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ്. ഡി തന്നെ വേണമെന്നില്ല. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏറ്റവും സിമ്പിളായിട്ടുള്ള 1 ഇൻപുട്ട് മാത്രം മതി നമുക്ക്. ഇപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുമ്പോൾ Jയും Kയും ഇൻപുട്സ് കൊടുക്കണമല്ലോ. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുമ്പോൾ ഒരൊറ്റ ഇൻപുട്ടേ ഉള്ളൂ. നമുക്ക് ആ ഒരു ഇൻപുട്ട് മാത്രം മതി ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് 0, ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3. അപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് 2⁴ സ്റ്റേറ്റ്സ് നമുക്ക് റിംഗ് കൗണ്ടർ വെച്ചിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നു. ഇല്ല, കാരണം അതാണ് റിംഗ് കൗണ്ടറിൻ്റെ പ്രത്യേകത. റിംഗ് കൗണ്ടർ ആകെ കൗണ്ട് ചെയ്യുന്നത് 4 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് മാത്രമാണ്. ഓക്കെ, 4-bit റിംഗ് കൗണ്ടർ ആണെങ്കിൽ 4 സ്റ്റേറ്റ്സ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് കൗണ്ടറാണ്. അതിൽ എന്താണ് ബാക്കിയുള്ള കൗണ്ടേഴ്സ് എന്നുള്ള ഡിഫറൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ക്ലോക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, സിങ്ക്രണസ് ആയിട്ടാണ് ക്ലോക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോക്കിന് പ്രത്യേകിച്ച് കോംപ്ലക്സിറ്റി ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളിവിടെ കാണാം. ORI എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഇൻപുട്ട് കാണാം. ഈ ORI എന്ന് പറയുന്നതിന് ഓവർ റൈഡിങ് ഇൻപുട്ട് എന്നാണ് പറയുക. ആക്ച്വലി ഇങ്ങനെ പേര് കൊടുക്കേണ്ട ഇവിടെ എഴുതി വെക്കേണ്ട യാതൊരു കാര്യമില്ല. ആക്ച്വലി ORI എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീസെറ്റും ക്ലിയറും കൊടുക്കുന്ന, അല്ലെ പ്രീസെറ്റ് ഇൻപുട്ടിനെയും ക്ലിയർ ഇൻപുട്ടിനെയും പറയുന്ന വേറൊരു പേരാണ് ORI, ഓവർ റൈഡിങ് ഇൻപുട്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ORI എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, പ്രീസെറ്റോ അല്ലെങ്കിൽ ക്ലിയർ എന്ന് എഴുതി വെക്കാം. അതിൽ ഈ പ്രീസെറ്റിൻ്റെയും ക്ലിയറിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന സ്റ്റൈൽ ഒന്ന് നോക്കിയേ. ഇവിടെ ഈ ഇൻപുട്ട് നേരെ പോകുന്നത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ക്ലിയറിലേക്ക് പോകുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലിയറുമായിട്ട് അതിന് കണക്ഷൻ ഇല്ല. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലിയറേ കൊടുത്തിട്ടില്ല. പകരം ആ ഇൻപുട്ട് നേരെ പോകുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീസെറ്റിലേക്കാണ്. അതാണ് ആ പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ ഈ ഇൻപുട്ട് ലൈനിൽ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മളൊരു 0 അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ചെറിയൊരു ഡ്യൂറേഷനിൽ 0 വരുന്ന രീതിയിൽ നമ്മളൊരു പൾസ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇത് 1, ഇത് 0, ഇങ്ങനെ ഒരു പൾസ് അപ്ലൈ ചെയ്യും. ഓക്കെ, ഈ പൾസിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഫുൾ ടൈം 1-ലാണ് നിൽക്കുന്നത്, പക്ഷേ ചെറിയൊരു ഡ്യൂറേഷനിലേക്ക് അത് 0 ആക്കി മാറ്റുകയാണ്. 0 എന്ന് പറയുന്ന സംഭവം ഈ ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ക്ലിയറുമായിട്ട് അതിന് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ക്ലിയർ ആയി പോകും. ഈ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ക്ലിയർ ആയി പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെയും ഔട്ട്പുട്ട് 0 ആയി പോകും. നമുക്കറിയാലോ ക്ലിയർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ റീസെറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ കൊടുക്കുന്നത്. അപ്പോൾ ക്ലിയർ അപ്ലൈ ചെയ്ത ഉടനെ, അതായത് ഇവിടെ ഒരു നെഗറ്റീവ് സിഗ്നൽ അല്ലെങ്കിൽ ഇവിടെ ഒരു 0 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ വന്ന ഉടനെ ഈ 3 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഔട്ട്പുട്ട് ക്ലിയർ ചെയ്ത് പോകും. ഇനി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് എന്ത് പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീസെറ്റിലേക്കാണ് ഈ 0 എത്തുന്നത്. പ്രീസെറ്റ് 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 1 ആവുക ചെയ്യാം, അല്ലേ? എങ്ങനെയാണ് പ്രീസെറ്റും ക്ലിയറും വർക്ക് ചെയ്യുന്നത്?
ക്ലിയർ 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് റീസെറ്റ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ Q 0ലേക്ക് പോകും. പ്രീസെറ്റ് 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 1ലേക്ക് പോകും. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രം പ്രീസെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ മാത്രം ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതാണ് ഈ ഫസ്റ്റ് അതിൻ്റെ ട്രൂത്ത് ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഓവർ റൈഡിങ് ഇൻപുട്ട് ലോ ആക്കി വയ്ക്കുക. ഓവർ റൈഡിങ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീസെറ്റ് ബാർ ക്ലിയർ, അതിന് പറയുന്ന വേറൊരു പേരാണ്. അത് ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് അസിങ്ക്രണസ് ഇൻപുട്ടാണ്. വേറെ എന്ത് ഇൻപുട്ടും കൊടുത്തിട്ടും അവിടെ കാര്യമില്ല. അസിങ്ക്രണസ് ഇൻപുട്ട് ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കിനനുസരിച്ചും ബാക്കി ഒന്നിനനുസരിച്ചും ഔട്ട്പുട്ട് മാറില്ല. അസിങ്ക്രണസ് ഇൻപുട്ടിനനുസരിച്ചും മാത്രമേ മാറുള്ളൂ. അപ്പോൾ അസിങ്ക്രണസ് ഇൻപുട്ട് ലോ ആക്കി വെച്ചിരിക്കുന്നത് കാരണം ക്ലോക്ക് എന്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാലും Q0 എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ട് 1ഉം ബാക്കി എല്ലാ സ്റ്റേറ്റിൻ്റെയും ഔട്ട്പുട്ട് 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ സംഭവം കുറേ നേരം ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, കുറച്ച് നേരെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻപുട്ടിൽ വന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഈ ഓവർ റൈഡിങ് ഇൻപുട്ട് വീണ്ടും 1ലേക്ക് പോയി. അപ്പോൾ പ്രീസെറ്റും ക്ലിയറിൻ്റെ എഫക്റ്റ് അവിടെ പോയി. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പ്രീസെറ്റും ക്ലിയറും 1 ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ പ്രീസെറ്റും ക്ലിയറിനും പ്രത്യേകിച്ച് റോളില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് പ്രീസെറ്റും ക്ലിയറും ഇല്ല. പിന്നെ അങ്ങോട്ട് ക്ലോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് ലോ എന്ന് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയിരിക്കും. ക്ലോക്കിൻ്റെ സിഗ്നൽ ക്ലോക്ക് ഒന്നെങ്കിൽ ഹൈയിലേക്ക് പോകുമ്പം ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ട്രിഗർ ചെയ്യാം, ലോയിലേക്ക് പോകുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ട്രിഗർ ചെയ്യാം. എങ്ങനെയും ട്രിഗർ ചെയ്യാം. അപ്പോൾ ക്ലോക്കിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ക്ലോക്ക് 1ഓ ക്ലോക്ക് 0 എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല. അപ്പോൾ ക്ലോക്കിൻ്റെ എഫക്റ്റ് അവിടെ വന്നു. ക്ലോക്കിൻ്റെ എഫക്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യാണ്. 4 ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഒരുമിച്ചാണ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഇൻപുട്ട് എന്താ? 0. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് 0 ആണ്. ക്ലോക്ക് അപ്ലൈ ചെയ്ത ഉടനെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓൾറെഡി ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഇയാളാണ്. അപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് 1 ആണ്. ആ സമയത്താണ് ഈ ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഓൾറെഡി ഇതിൻ്റെ ഇൻപുട്ടായിട്ട് ഉണ്ടായിരുന്നത് 0 ആണ് അല്ലേ? അത് ഇപ്പോഴല്ലേ 1 ആയത്? ക്ലോക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തല്ലേ 1 ആയത്. അപ്പോൾ ക്ലോക്ക് 4 എണ്ണത്തിന് ഒരുമിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. 4 എണ്ണത്തിന് ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ 4 എണ്ണത്തിൻ്റെയും ഇൻപുട്ടിൽ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിൽ 0 ആണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 0 വരും. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 0 ആണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ 0 വരും. പക്ഷേ ഇതിൻ്റെ ഇൻപുട്ടിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇതിൻ്റെ ഇൻപുട്ടിൽ എന്താണ് ഉണ്ടായിരുന്നത്? 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് 1ലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലോക്ക് പൾസിന് തന്നെ എന്ത് സംഭവിക്കും? Q1 മാത്രം 1 ആവും, ബാക്കിയെല്ലാം 0 ആവും. കാരണം ഈ 0 ആണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ക്ലോക്ക് ഒന്നും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഓവർ റൈഡിങ് ഇൻപുട്ട് 1 ആക്കി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് 1, ഇതിൻ്റെ ഔട്ട്പുട്ട് 0, ഇതിൻ്റെ ഔട്ട്പുട്ട് 0, ഇതിൻ്റെ ഔട്ട്പുട്ട് 0, ഈ 0 ഇവിടെ എത്തി നിൽപ്പുണ്ട്. ഓക്കെ, ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പം ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ എന്താണോ ഉള്ളത് ഇതാണുള്ളത് അല്ലേ? ഈ സമയത്താണ് ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നത്. ക്ലോക്ക് അപ്ലൈ ചെയ്ത ഉടനെ എന്ത് സംഭവിക്കും? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ 0 വരുന്നു, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താവും? 0. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ 1 ആയിരുന്നു, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താവും? 1. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് 0 ആയിരുന്നു, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താവും? 0. ഇതിൻ്റെ ഇൻപുട്ട് 0 ആയിരുന്നു, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താവും? 0. ഈ 0 വീണ്ടും ഇവിടെ എത്തി നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കഴിയുന്ന സമയത്ത് ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് പോകും? Q1ലേക്ക് പോകും, ബാക്കിയെല്ലാം 0 ആയിട്ട് തുടരും. നെക്സ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ ഇതില്ല, ഓവർ റൈഡിങ് ഇൻപുട്സ് പിന്നെ നമ്മൾ തൊടുന്നേ ഇല്ല. ഫസ്റ്റ് ഇവിടെ ഒരു 1 കിട്ടാൻ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് മാത്രം 1 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ റൈഡിങ് ഇൻപുട്ട് കൊടുത്തത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ 1 രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് എത്തി. അടുത്ത ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഇൻപുട്ട് 0 ആയതുകൊണ്ട് ഔട്ട്പുട്ട് 0, ഇതിൻ്റെ ഇൻപുട്ട് 0 ആയതുകൊണ്ട് ഔട്ട്പുട്ട് 0, ഇതിൻ്റെ ഇൻപുട്ട് 1 ആയതുകൊണ്ട് ഔട്ട്പുട്ട് 1, ഇതിൻ്റെ ഇൻപുട്ട് 0 ആയതുകൊണ്ട് ഔട്ട്പുട്ട് 0. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 1 എങ്ങോട്ടേക്ക് പോയി? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോയി. അങ്ങനെ അടുത്ത ക്ലോക്ക് പൾസിൽ ഇത് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോകും. അടുത്ത ക്ലോക്ക് പൾസിൽ ഇത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോകും. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ റിങ് പോലെ ഇത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിംഗ് കൗണ്ടറിൽ നോക്കിയേ 1 2 3 4 4 സ്റ്റേറ്റുകളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് സ്റ്റേറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 4 ബിറ്റ് റിംഗ് കൗണ്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആണിത്, അതിൻ്റെ ട്രൂത്ത് ടേബിൾ ആണിത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ടൈമിംഗ് ഡയഗ്രം കൂടെ ചോദിച്ചിട്ടുണ്ട്. ടൈമിംഗ് ഡയഗ്രം എന്ന് പറയുമ്പം പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഓപ്പറേഷൻസ് ക്ലോക്കും ഓവർ റൈഡിങ് ഇൻപുട്ടും സിഗ്നൽസ് ആക്കി വരച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് ഇവിടെ ക്ലോക്ക് സിഗ്നൽ ഇവിടെ ഇങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ കണ്ടോ, ഓവർ റൈഡിങ് ഇൻപുട്ട് ലോ ആവുന്ന ഇൻസ്റ്റൻറ്റിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 1 ആവും, ബാക്കി എല്ലാം 0-ൽ ഇരിക്കുന്നു. നെക്സ്റ്റ് ഓവർ റൈഡിങ് ഇൻപുട്ട് തിരിച്ച് 1 ആയി. നെക്സ്റ്റ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് കണ്ടോ, ഫസ്റ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയി, സെക്കൻഡിൻ്റെ ഔട്ട്പുട്ട് 1 ആയി. അടുത്ത ക്ലോക്ക് പൾസിൽ കണ്ടോ, സെക്കൻഡിൻ്റെ ഔട്ട്പുട്ട് 0 ആയി, അടുത്തതിൻ്റെ ഔട്ട്പുട്ട് 1 ആയി. നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ അടുത്തതിൻ്റെ ഔട്ട്പുട്ട് 1 ആയി, ബാക്കിയെല്ലാം 0 ആയി. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ. അപ്പോൾ ഈ ടൈമിംഗ് ഡയഗ്രം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ട്രൂത്ത് ടേബിളിനെ അനുസരിച്ച് നമ്മുടെ ഓരോ ഔട്ട്പുട്ടുകളെ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ സിഗ്നൽസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഡയഗ്രത്തിനാണ് ടൈമിംഗ് ഡയഗ്രം എന്ന് പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്ക് കിട്ടും. അപ്പോൾ റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും ഇതേപോലെ ചോദിക്കാറുണ്ട്. ജോൺസൺ കൗണ്ടർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇവിടുന്ന് ക്യൂ നിർത്തുന്നതിന് പകരം ഇവിടെ ക്യൂ ബാർ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 4th മൊഡ്യൂളിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.